പറഞ്ഞൊക്കെ മനസ്സിലാച്ചാ മതി. ഇവക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ നോക്കി കാണാം? ഇന്നത്തെ കാലമല്ല മോനെ, പെട്ടെന്ന് അങ്ങനെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അന്വേഷിക്കും, ആലോചിക്കും. വേറെ മതത്തിലുള്ള ആളാണെങ്കിലോ? അല്ല, ഒന്നും കുഴപ്പമില്ല. മതമല്ല ഇവിടെ വിഷയം, ജീവിതമാണ്. നമ്മളെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ജീവിതം. മതത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല, മതമല്ലല്ലോ. നമ്മൾ ഒന്ന് പറയാൻ രണ്ടാമത്തെ പിള്ളേരെല്ലാം എടുത്തിയാടി പോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ. ഇറങ്ങി ഓടി പോയില്ലേ, നമ്മൾ വേണ്ട പോലെ ചെയ്തു കൊടുക്കാന്നുള്ള അവരുടെ കാര്യത്തിന്. ഈ ഒരു ഏജിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. ഈ ഏജിൽ പറഞ്ഞ അവളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം. അതിനുള്ള അവകാശം അവള് ചോദിക്കും. ഇവള് പറയാണ്ട് ഇറങ്ങി പോയെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും? അങ്ങനെ അവള് പോകുന്ന എനിക്കൊരു വിശ്വാസമില്ല. അങ്ങനെ പോകുന്ന എനിക്ക് വിശ്വാസമില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ പോകുന്ന ഒരു വിശ്വാസം എനിക്കില്ല. കാരണം വെച്ചാൽ അവൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൻ എന്നുള്ള നില മാത്രമല്ല, ഞങ്ങൾ കൂട്ടുകാർ തന്നെയായിട്ട് അവൾക്ക് സ്വാതന്ത്ര്യം, അവളതായ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അവൾ അങ്ങനെ പോകില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പനെ കുറിച്ചുള്ള അഭിപ്രായം? പറഞ്ഞൊക്കെ മനസ്സിലാച്ചാ മതി. ഓർമ്മയുണ്ടാവും. വളരും കുഞ്ഞുമൊട്ടേ മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പൂ.